ഓളെ എനിക്കൊരു പരീക്ഷണം. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എനിക്ക് തിരിച്ച് തെറി പറയാൻ തോന്നൂല. ഞാൻ സുബൂറാക്കും, പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം എന്താ, പഠിച്ചോന്നൊരു പരീക്ഷണം. അങ്ങനെ എന്ത് ചോദിങ്ങൾ എടുത്ത വൈക്ക് തറുതല പറയുമ്പോഴും, നാവുകൊണ്ട് സ്വൈര്യം തരാണ്ടിരിക്കുമ്പോഴും, ഇനി എന്ത് ചെയ്തിട്ടാലും ഇല്ലാത്ത വർത്താനം പറയുമ്പോഴും, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താലും, പിന്നെ നമ്മൾ വാവിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അത് തെറിയിലാകും, അടിയിലാകും. ഓളെ മരിച്ച വാപ്പാനെ പറയും, വലിയാപ്പാനെ പറയും, ഓളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാനെയും പറയും. അതൊരു പെണ്ണിനും സഹിക്കൂല. അത് നിങ്ങൾ എന്റെ വാപ്പാനെ വിളിച്ചാൽ എനിക്ക് സഹിക്കൂ, ഓളുങ്ങളെ വാപ്പാനെ വിളിച്ചാൽ സഹിക്കൂ. മരിച്ച ഒരു വാപ്പാനെ കബറിൽ കിടക്കുന്ന വാപ്പാനെ പറഞ്ഞ സഹിക്കൂ? ഇല്ല, അതൊന്നും സഹിക്കൂല. കാരണം ഹൃദയം പടച്ചോൻ ഒരുപോലെയാ പടച്ച്, ശരീരത്തിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ചീത്ത പറയരുത്, അവളെ ശപിക്കരുത്, അടിക്കരുത്. ഇന്നും തല്ലുന്നവരുണ്ട്. എത്ര വലിയൊരു പാതകാന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരുപാട് സ്വപ്നം കണ്ട് ഒരു വാപ്പാന്റെ കരളായി സ്വപ്നമായി ജീവിച്ചൊരു മോളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പുരയിലിട്ട് തല്ലുക, പേടിച്ച് നിൽക്കുക. മക്കളെ മുൻപിൽ വാപ്പാന്റെ അഭിമാനം പോകാണ്ടിരിക്കാൻ മുഖത്തൊക്കെ അടയാളം വന്നിട്ടും അതൊക്കെ എങ്ങനെങ്കിലൊക്കെ പോക്കിയിട്ട് മക്കളെ കൺമുൻപ് പെടാണ്ടുമ്പോ ജീവിക്കുക. അടുക്കളന്റെ ഉള്ളിൽ കൂടെ നല്ലോണം തല്ലിയിട്ട് പിന്നെ രാത്രിയാണ് ഒരു അയക്കുറയായിട്ട് വരിക. എന്ത് കാര്യം അപ്പൊ ഇതില്ല, എന്ത് സന്തോഷം അപ്പൊ അതിനുള്ളത്? ഒരു പെണ്ണിനെ തല്ലരുതാ. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരാളെ പോലും റസൂൽ തല്ലിയിട്ടില്ല. 9 ഭാര്യമാര് വഫാത്താകുന്ന റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ടുണ്ട്. 9 ഭാര്യമാരെന്ന് ജീവിച്ചിരിപ്പുണ്ട്. 9 ഭാര്യമാരെയും കൈപിടിച്ച് റസൂലുള്ള യാത്ര ചോദിക്കുമ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തൃപ്തനല്ലേ? നിന്റെ കാര്യത്തിൽ നിങ്ങൾ തൃപ്തയല്ലേ? എല്ലാ ഭാര്യമാരും പറഞ്ഞു, നബിയേ ഞങ്ങളെല്ലാവരും തൃപ്തരാ റസൂലേ, താങ്കൾ മാന്യനും കുടുംബം ചേർക്കുന്നവനും ഭാര്യമാരോട് നീതി കാണിച്ചവനുമാണ്. ആരാത് പറയുന്നത്? 9 ഭാര്യമാര്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, റസൂലേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാവണം സ്വർഗത്തിലെന്നാണ് ആഗ്രഹം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാവണം.